എവരിവൺ, ലൂസീസ് ഹോം ഫോർ സൊല്യൂഷൻസിന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ 5ാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെല്ലാം എല്ലാവരും ഓർത്തിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിർദ്ദേശങ്ങളും ആജ്ഞകളും, അതായത് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഓർഡേഴ്സ്. ഓക്കെ, അപ്പൊ ഏത് രീതിയിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റും, ഏത് രീതിയിൽ നമുക്ക് ഓർഡേഴ്സ് അല്ലെങ്കിൽ കമാൻഡ്സ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇംഗ്ലീഷിൽ രണ്ട് രീതിയിലാണല്ലോ പറയുന്നത്. അപ്പൊ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം അത് നിർദ്ദേശങ്ങളാണ്. അപ്പൊ നമുക്കത് നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് അവരെ നിർബന്ധിക്കുകയല്ല, ഒരു സജഷൻ കൊടുക്കുന്ന പോലെ പറയുന്നതാണ് ഇൻസ്ട്രക്ഷൻസ്. പക്ഷെ കമാൻഡ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ മറ്റുള്ളവരെ നിർബന്ധിക്കുകയാണ്, നിങ്ങൾ നിർബന്ധമായും ചെയ്യണം എന്ന് പറയുന്ന രീതിയിലുള്ള സെന്റൻസസ് ആണ്. ഓക്കെ, അപ്പൊ ആ രണ്ട് രീതിയിലുള്ള സെന്റൻസസും ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോഴേക്കും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഷുഡ്. ഓക്കെ, ഷുഡ് അതായത് നിർദ്ദേശമായിട്ട് പറയുമ്പോഴേക്കും ഷുഡ് എന്ന് പറയുന്ന ആ ഒരു പദം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. യു ഷുഡ് ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. യു ഷുഡ് ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം നിങ്ങള് രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കണം എന്ന് പറയുമ്പോഴേക്കും അത് ഒരു നിർദ്ദേശമാണ്. നിർദ്ദേശമാണ്. ഓക്കെ, യു ഷുഡ് ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്. യു ഷുഡ് ഈറ്റ് മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അല്ലെ, നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. അല്ലെ, അപ്പൊ യു ഷുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണം. നമ്മൾ എങ്ങനെ പറയും? ഒന്ന് പറയാൻ പറ്റുമോ നോക്കി. യെസ്, യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ സംരക്ഷിക്കണം. ഓക്കെ, ഇനി റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം, ഒരു നിർദ്ദേശമല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? You should take the right side of the road to walk. You should take the right side of the road to walk. Okay, അപ്പൊ ഈ രീതിയിലുള്ള സെന്റൻസുകൾ കൂടുതലായിട്ടൊന്ന് പറഞ്ഞു നോക്കിയാ, എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയാ ഓരോരോ സെന്റൻസ് വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടാന്ന് നോക്കാമല്ലോ. ഈസിയാണ് ഇത് പറയാനായിട്ട്, അല്ലെ? ഷുഡ് ചേർക്കുക, പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയാം. ഇനി പതുക്കെ സംസാരിക്കുന്നവരോട് നമ്മൾ പറയും ഒരു നിർദ്ദേശം, ഉറക്കെ സംസാരിക്കുക, അല്ലെ? അപ്പൊ എങ്ങനെ പറയും? യു ഷുഡ് സ്പീക്ക് ലൗഡ്ലി. യു ഷുഡ് സ്പീക്ക് ലൗഡ്ലി. ലൗഡ്ലി എന്ന് വെച്ചാൽ എന്താണ്? ഉറക്കെ. യു ഷുഡ് സ്പീക്ക് ലൗഡ്ലി. ഇനി വ്യക്തമായിട്ട് സംസാരിക്കണം, എങ്ങനെ പറയും? ഇതുപോലെ തന്നെ. യു ഷുഡ് സ്പീക്ക് ക്ലിയർലി. യു ഷുഡ് സ്പീക്ക് ക്ലിയർലി. ക്ലിയർലി എന്ന് വെച്ചാൽ വ്യക്തമായി. ഇനി നിങ്ങള് നേരത്തെ ഇവിടെ എത്തണം, നേരത്തെ ഇവിടെ എത്തിച്ചേരണം. എത്തിച്ചേരുക എന്നുള്ള വാക്ക് അറിയാലോ, റീച്ച് എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് സെന്റൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയേ. യു ഷുഡ് റീച്ച് ഹിയർ ഏർലി. യു ഷുഡ് റീച്ച് ഹിയർ ഏർലി. അപ്പൊ നിങ്ങൾ നേരത്തെ ഇവിടെ എത്തണം, ഇതൊരു നിർദ്ദേശമാണ്. നിങ്ങൾ ചെടി നനക്കണം. യു ഷുഡ് water the plants. You should water the plants. ചെടി നനക്കണം, നിങ്ങൾ ചെടി നനക്കണം. ഇനി നിങ്ങൾ നന്നായി പഠിക്കണം. നമ്മൾ കുട്ടികളോടൊക്കെ പറയണേണ്, അല്ലെ? നന്നായി പഠിക്കണം, നിങ്ങളുടെ ലെസൺസ് ഒക്കെ നന്നായിട്ട് പഠിക്കണം. അപ്പൊ എങ്ങനെ പറയും? യു ഷുഡ് സ്റ്റഡി യുവർ ലെസൺസ്. യു ഷുഡ് സ്റ്റഡി യുവർ ലെസൺസ്. ഓക്കെ, നിങ്ങൾ നന്നായി വായിക്കണം, തെറ്റുകൂടാതെ വായിക്കണം. എങ്ങനെ പറയും? യു ഷുഡ് റീഡ് പ്രോപ്പർലി. യു ഷുഡ് റീഡ് പ്രോപ്പർലി. പ്രോപ്പർലി എന്ന് വെച്ചാൽ നന്നായി, കൃത്യമായി, വ്യക്തമായി എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പൊ ഈ സെന്റൻസുകളൊക്കെ ഒന്ന് ഓർക്കുക. ഷുഡ് ചേർത്ത് നമ്മൾ പ്രയോഗിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അതിനുശേഷം നമ്മൾ ഷുഡിന് പകരം ശരിക്കും അതേ മീനിങ് വരുന്ന വേറെ ഒരു പ്രയോഗമുണ്ട്. ഏതാന്ന് പറയുമ്പോ ഹാവ് ടു. ഹാവ് ടു. യു ഷുഡ് ലേൺ, അല്ലെ യു ഷുഡ് സ്റ്റഡി യുവർ ലെസൺസ്
എന്ന് പറയുന്നിടത്ത് നമുക്ക് യു ഹാവ് ടു ലേൺ യുവർ ലെസൺസ്. സെയിം മീനിങ് തന്നെ, മീനിങ്ങിന് ഒരു വ്യത്യാസമില്ല. നിങ്ങൾ നിങ്ങളുടെ പാഠങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. ഇനി അതുപോലെ നിങ്ങൾ ചെടി നനക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? പറഞ്ഞു നോക്കൂ. ഓക്കെ, യു ഹാവ് ടു വാട്ടർ ദ പ്ലാന്റ്സ്. ഇനി നിങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം എന്നുള്ളത് എങ്ങനെ പറയും? യെസ്, യു ഹാവ് ടു ഈറ്റ് മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇനി അടുത്ത സെന്റൻസ് ഏതാണ്? നിങ്ങൾ ഇവിടെ നേരത്തെ എത്തിച്ചേരണം. യു ഹാവ് ടു റീച്ച് ഹിയർ ഏർലി. ഓക്കെ, അപ്പൊ ഈ ഷുഡിന് പകരം നമുക്ക് ഹാവ് ടു ചേർത്തും ഈ സെന്റൻസുകളെല്ലാം മാറ്റാം. ഓക്കെ, മാറ്റാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥത്തിൽ വ്യത്യാസം വരില്ല, പക്ഷെ നമുക്ക് ഒരു ഓപ്ഷൻ, ഇതല്ലെങ്കിൽ വേറൊരു സെക്കൻഡ് ഓപ്ഷൻ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് ലേൺ ചെയ്യാൻ പോകുന്നത് ഏതാണ്? ഓർഡേഴ്സ് അല്ലെങ്കിൽ കമാൻഡ്സ്. നമ്മൾ ഒരാളോട് കൽപ്പിക്കുമ്പോഴേക്ക് നമുക്കറിയാം കൽപ്പന എന്താണെന്ന് നമുക്ക് മലയാളത്തിൽ വ്യക്തമായിട്ട് അറിയാം അല്ലെ. അപ്പൊ അതിന് നമുക്ക് ഒരാളോട് അത് ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയാണ് ഓർഡർ കൊടുക്കുന്ന രീതി അല്ലെ. പട്ടാളത്തിലൊക്കെ നമുക്ക് ഓർഡേഴ്സ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു കൽപ്പനകള് നമുക്കറിയാം. വെടിവെക്കൂ അല്ലെ പറയുമ്പോ അതുപോലെ തന്നെ അവർ ചെയ്യും. അപ്പൊ ഈ കമാൻഡ്സും നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്. അതായത് ഇപ്പം വാതിലടക്കൂ എന്നുള്ളതിന് പൊളൈറ്റ് ആയിട്ട് നമ്മൾക്ക് പറയുന്ന രീതി അറിയാം. അല്ലാതെ കമാൻഡ് ആയിട്ട് പറയുമ്പോഴേക്കും എങ്ങനെ പറയും? ക്ലോസ് ദ ഡോർ, ലൈറ്റ് ഓഫ് ആക്കൂ, സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. ടി വി ആണ്, ടി വി ഓഫ് ആക്കൂ, ടേൺ ഓഫ് ദ ടി വി. ഇവിടെ ഇരിക്കൂ, സിറ്റ് ഹിയർ. എഴുന്നേൽക്കൂ, സ്റ്റാൻഡ് അപ്പ്. അവിടേക്ക് പോകൂ, ഗോ ദേർ. ഇവിടേക്ക് വരൂ, കം ഹിയർ. ഈ രീതിയിൽ ഒരു വെർബും അത് ഫോളോ ചെയ്തു വരുന്ന ഒരു വാക്കുമായിരിക്കും മിക്കവാറും കമാൻഡ്സിൽ ഉണ്ടാകണത്. അപ്പൊ കമാൻഡ്സ് പറയാനായിട്ട് നമുക്ക് നല്ല ഈസിയാണ്. കാരണം ഏത് വെർബാണോ അവിടെ പ്രയോഗിക്കുന്നത്, ജനൽ അടക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അടക്കുക എന്ന് പറയുന്ന വെർബ് ഏതാണ്? ക്ലോസ്. ക്ലോസ് ദ വിൻഡോ. എന്തിനെയാണോ അടക്കേണ്ടത് അതും കൂടി പറഞ്ഞാൽ മതി. ഇനി വാതിൽ തുറക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ദി ഡോർ. കണ്ണ് തുറക്കൂ എന്ന് പറയണെങ്കിൽ ഓപ്പൺ യുവർ ഐസ്. കണ്ണുകൾ തുറക്കൂ, ഓപ്പൺ യുവർ ഐസ്. സംസാരിക്കൂ, സ്പീക്ക് അപ്പ്. വായടയ്ക്കൂ, ഷട്ട് അപ്പ്. അങ്ങനെ ഇങ്ങനെ പല പല രീതിയിലുള്ള കമാൻഡ്സും ഉണ്ട്. അപ്പൊ കമാൻഡ്സും കൂടി പറയാനായിട്ട് പഠിച്ചിരിക്കുക. കമാൻഡ്സും ഇൻസ്ട്രക്ഷൻസും തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് പറയേണ്ടിടത്തെല്ലാം നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഏത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഏതൊക്കെ ആൾക്കാർ വന്നിരുന്നാലും അവർക്ക് ചേർന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഗ്രൂപ്പിന് ചേർന്ന ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. പേരൻസിന്റെ ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ളത് കൊടുക്കാം. ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ വ്യക്തികൾക്കാണെങ്കിലും നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം അല്ലെ. ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. കാരണം നമ്മൾ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും മനുഷ്യനൊരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് എപ്പോഴും യൂസ്ഫുൾ ആണ്. അപ്പൊ അത് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇന്ന് നമുക്കിനി അടുത്തത് നമ്മുടെ വേർഡ്സ് പഠിക്കാനുണ്ട്, വൊക്കാബുലറി അല്ലെ. വൊക്കാബുലറി കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് എല്ലാവരും ഓർത്തിരിക്കണുണ്ടല്ലോ. ഇത് പഠിക്കുന്നത് നമ്മളെ തന്നെ എൻറിച്ച് ചെയ്യുന്നതിനാണ്. നമ്മൾ സമ്പന്നരാകാനാണ്, വാക്കുകളാൽ സമ്പന്നരാകുന്നതിന്. അപ്പൊ അതുകൊണ്ട് അത് പഠിക്കാനായിട്ട് മടിക്കരുത്. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എവിടെയെങ്കിലും ടി വി ഒക്കെ കണ്ടിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ആ വാക്കുകളൊക്കെ ഒന്ന് റിക്കോൾ ചെയ്യണം മൈൻഡിൽ. അപ്പൊ നമ്മൾ അങ്ങനെ റീകോൾ ചെയ്ത് 2-3 പ്രാവശ്യമൊക്കെ ഓർത്ത് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്കത് ബൈ ഹാർട്ട് ആവും, പിന്നെ മറന്നു പോകൂല. അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കാം വേർഡ്സ്. ഓക്കെ, ഇതെല്ലാം ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. 5 വാക്കുകൾ നമ്മൾ പഠിക്കും. ബോഡി റിലേറ്റഡ് എന്ന് വെച്ചാൽ ബോഡി മേക്ക് ചെയ്യുന്ന സൗണ്ട്സ്, ബോഡി ഉണ്ടാകുന്ന സൗണ്ട്സ്, നമ്മുടെ ശരീരം തന്നെ പുറപ്പെടുവിക്കുന്ന സൗണ്ട്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നീസ്. നമുക്ക് നല്ല പരിചയമുള്ളതാണ് സ്നീസ്. സ്നീസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കിപ്പം ജലദോഷം വരും, നമ്മൾ മൂക്ക് ചീറ്റുക എന്ന് പറയല്ലേ, അല്ലെങ്കിൽ ഈ മൂക്ക് ഇങ്ങനെ വലിക്കുക. അപ്പൊ ഈ സൗണ്ടിനെയാണ് സ്നീസിങ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പദത്തിന് സ്നീസ് എന്നാണ് പറയുന്നത്. ഞാനിങ്ങനെ വലിക്കുക അല്ലെങ്കിൽ ചീറ്റുക എന്നുള്ളതിന് സ്നീസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ സ്നീസ്. അപ്പൊ സെന്റൻസിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത് ഐ സ്നീസ്.
because I have cold. എനിക്ക് ഞാൻ മൂക്ക് ഇങ്ങനെ വലിക്കുന്നു കാരണം എനിക്ക് ജലദോഷമാണ്. I sneeze because I have cold. ഓക്കെ, അപ്പൊ അതാണ് സ്നീസ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ വാക്ക്. ഇനി രണ്ടാമത്തെ വാക്ക് യോൺ. യോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? യോൺ അതൊക്കെ നമുക്ക് ക്ഷീണം വരുമ്പോഴേക്കും നമ്മുടെ ഉണ്ടാക്കുന്ന ഒരു സൗണ്ടാണ്. അത് ഉറക്കം വരുമ്പോൾ നമുക്ക് കോട്ടുവായി ഇടൂലേ, നമുക്കിങ്ങനെ ഉറക്കം വരുമ്പോൾ നമ്മളിങ്ങനെ കിടന്ന് കോട്ടുവായി ഇടും. അതാണ് ഈ യോൺ എന്ന് പറയുന്ന സൗണ്ട്. ഷീ മെയ്ഡ് എ യോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളൊരു കോട്ടുവായി വിട്ടു. ഷീ മെയ്ഡ് എ യോൺ. ഓക്കെ, യോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടുവ. ഓക്കെ, ഇനി അടുത്ത് മൂന്നാമത്തെ വാക്ക് എന്ന് പറയുന്നത് ഹം. ഹം എന്ന് പറയുന്നത് മൂളിപ്പാട്ട് പാടുക. മൂളിപ്പാട്ടിനെയാണ് നമ്മൾ മൂളിപ്പാട്ട് പാടുന്നതിനാണ് ഹം. ഇപ്പൊ നമ്മൾ ഹം ചെയ്യുക, അപ്പൊ പാട്ടൊക്കെ പാടും പറഞ്ഞ് നമ്മൾ മൈൻഡ് റിലാക്സ് ആകാനായിട്ട് നമ്മൾ അങ്ങനെ പാടുകയൊക്കെ ചെയ്യുമല്ലോ, മൂളിപ്പാട്ടൊക്കെ പാടും. അപ്പൊ ഈ മൂളിപ്പാട്ട് പാടുന്നതിനെ ഹം ചെയ്യുക. ഷീ ഹംസ്. ഷീ ഹംസ് എന്ന് വെച്ചാൽ അവൾ മൂളിപ്പാട്ട് പാടുന്നു. ഓക്കെ, ഇനി ഷീ ഹംസ് എ ടോൺ. അവളൊരു ട്യൂൺ പാടുന്നു. ഷീ ഹംസ് എ ടോൺ. ട്യൂൺ പാടുന്നു, ഒരു ചെറിയൊരു ബിറ്റ് ഓഫ് ട്യൂൺ പാടുന്നു. അപ്പൊ അത് ഹം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഹമ്മിങ് എന്ന് പറയുന്ന പാട്ടിന്റെയൊക്കെ ഹമ്മിങ് പാടുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഹമ്മിങ് ബേർഡ്. അപ്പൊ ഈ വാക്ക് നമുക്ക് ഫെമിലിയർ ആണ്, ഹമ്മിങ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, ഹം എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മൾ അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന ഒരു സൗണ്ടാണ്, നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന സൗണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത് നാലാമത്തെ ഒരു വാക്കാണ് സ്നോർ. സ്നോർ എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രി എല്ലാവരും ക്ഷീണിച്ച് കഴിഞ്ഞ് പോയി കിടന്നു കഴിയുമ്പോഴേക്കും, അബോധാവസ്ഥയിലായി കഴിയുമ്പോഴേക്കും കൂർക്കം വലിക്കും. ആ കൂർക്കം വലിക്കുന്ന ഇതിനെയാണ് സ്നോർ. ഓക്കെ, സ്നോറിങ് സൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂർക്കം വലിക്കുന്ന സൗണ്ട്. അപ്പൊ സ്നോർ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? നമുക്ക് അവൻ കൂർക്കം വലിക്കുന്നു എങ്ങനെ പറയും? ഹീ സ്നോർസ്. ഹീ സ്നോർസ്. അല്ലെങ്കിൽ ഞാനാണ് കൂർക്കം വലിക്കുന്നെങ്കിൽ ഐ സ്നോർ. ഐ സ്നോർ. ഹീ ആണെങ്കിൽ ഹീ സ്നോർസ്. ഷീ ആണെങ്കിൽ ഷീ സ്നോർസ്. അപ്പൊ ഏത് സമയത്താണ്? അറ്റ് നൈറ്റ്, അല്ലെങ്കിൽ ഡ്യൂറിങ് സ്ലീപ്പ്. ഓക്കെ, ഹീ സ്നോർസ് അറ്റ് നൈറ്റ്. ഷീ സ്നോർസ് ഡ്യൂറിങ് സ്ലീപ്പ്. I snore when I am tired. ഓക്കെ, ഞാൻ ടയേർഡ് ആകുന്ന സമയത്ത് ഞാൻ കൂർക്കം വലിക്കുന്നു. ഓക്കെ, ഇതുപോലെയൊക്കെ ഉള്ള അവസരങ്ങളിൽ ഇങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, സ്നോർ എന്ന് പറഞ്ഞാൽ കൂർക്കം വലിക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സൈ. സൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെടുവീർപ്പിടുക എന്ന് പറയൂലേ, അതായത് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ദീർഘനിശ്വാസം വിട്ട് നെടുവീർപ്പിടൂല, അതിനെയാണ് നമ്മൾ പറയുന്നത് സൈ. ഐ മെയ്ഡ് എ സൈ ആഫ്റ്റർ മൈ വർക്ക്. എന്റെ ജോലി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നെടുവീർപ്പിട്ടു, അല്ലെങ്കിൽ ഒരു ദീർഘനിശ്വാസം വിട്ടു. ഓക്കെ, അപ്പൊ ഈ വാക്കുകൾ ഓർത്തിരിക്കുക. ഓരോന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി എഴുതി വെച്ച് അതിനെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് സെന്റൻസിലൊക്കെ ഉപയോഗിക്കാനായിട്ടൊന്ന് നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ പ്രത്യേകിച്ചും ഏതൊക്കെയാണ് അറിയാലോ? ഇൻസ്ട്രക്ഷൻസും ഓർഡേഴ്സും, അതും പിന്നെ ന്യൂ വേർഡ്സും, ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് ഈ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കുന്ന വാക്കുകൾ പറയുന്നത്, പിന്നെ ഓർഡേഴ്സിൽ ഉപയോഗിക്കുന്ന ഈ ഓർഡേഴ്സിൽ എങ്ങനെയൊക്കെയാണ് പറയേണ്ടത്, എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ ഒന്ന് ഓർത്ത് പ്രയോഗിക്കാനും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.